സാറൊരു തെങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 2-3 കൊല്ലം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞിട്ട് തെങ്ങ് ആരോ അങ്ങനത്തെ ഒരു തെങ്ങും തൈ കൊടുത്തിട്ട് ആ പാവത്തിനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തെങ്ങാണ് ആ സാധനം. അപ്പോൾ ഞാൻ ആ സാറിനോട് ഇങ്ങനെ ചോദിക്കേണ്ടത് എന്താ ഞാൻ ചെയ്യേണ്ടത് ഇതിന്മേൽ കായ ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ എപ്പോഴും പറയേണ്ടത് തെങ്ങിനെ പേടിപ്പിക്കുക. മാവുണ്ട്, മാങ്ങ കായ്ക്കാത്തതും എന്തുണ്ടെങ്കിലും നമ്മൾ ആയുധം വെച്ചിട്ട് ഒന്ന് പേടിപ്പിച്ചാൽ മതി. അപ്പോൾ 2 കൊല്ലം കൊണ്ട് ആ കായ്ക്കാത്തതും കായ്ക്കും. ഞാൻ തമാശല്ല, ഞാൻ അങ്ങനെ 1-2 സ്ഥലത്ത് അങ്ങനെ മാങ്ങ കായ്ക്കാത്തതിൻ്റെ മുളക്ക് ആയുധം കാണിക്കാൻ ആയുധം കൊണ്ട് വെട്ടരുത്, ഇങ്ങനെ ആംഗം കാണിച്ചാൽ മതി. എന്നിട്ട് 2 കൊല്ലം കൊണ്ട് സംശയത്തൊന്ന് പിടിച്ചാൽ ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ആ വെട്ടത്തി അവിടെ मैं क्या बोल रहा है, इसको काटना पड़ेगा, इसको काटना पड़ेगा, सब काटो ही। ये पूरा काटेगा ना, इसका वजन हल्का करो। ये अभी इसका वेट ज़्यादा है, ये क्यों मालूम है, ये वजन जाएगा ना, ये झाड़ ऐसा रहता है सर कि मैं ये काटा ये सूख गया है കായ്ക്കാത്ത മരം ഉണ്ടെങ്കിലേ കുറച്ചൊരു വിട്ട് പിടിക്കുക. എല്ലാവരോടും പറയും കായ്ക്കാത്ത മരം ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പേടിപ്പിക്കുക, അതിനെ കൊത്തരുത്തിട്ടാ അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുക. ആദ്യം ഇതൊക്കെ ഈ പണ്ടാറം ഈ മരം തെങ്ങുമ്പോൾ ഇറങ്ങി കായ്ക്കണ ചേർത്ത് നമുക്ക് വെട്ടിയാണ് മുറിച്ച് ഒഴിവാക്കാം, അല്ലെ സംസുക്കാം. ഇത് വേണ്ട, അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കണം. ഇത് വേണ്ട കുറച്ചോനെ കായ്ച്ചോ, കായ്ക്കച്ച് കായ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൗത്ത ഞാൻ വെട്ടും. അപ്പോൾ അത് പേടിക്കോ? അത് പേടിക്കും, പെട്ടെന്ന് അങ്ങനെ ആക്കാവുള്ളൂ കേട്ടാ, വെട്ടാൻ പാടില്ല, എടുക്കണം. അങ്ങനെ വെട്ടി കൊല്ലും ഞാൻ. അപ്പോൾ പേടിക്കും. 2 കൊല്ലം കൊണ്ട് കായ്ക്കണം. ഇങ്ങനെ ആക്കാം. തമാശല്ല, ഒരു തമാശ കാണായിരുന്നു. ആ തെങ്ങിനെ ഞാൻ പേടിപ്പിച്ചില്ല, ഒരു തമാശയായി കാണരുതിട്ടാ. നിങ്ങളൊന്ന് പേടിപ്പിച്ചൊക്കെ ഒരു കൊല്ലം കൊണ്ടൊക്കെ മാറ്റം കാണും. ഇനിയിപ്പോൾ ആ തെങ്ങും അഥവാ ഇനി ഒരു കൊല്ലത്തിനുള്ളിൽ 2 കൊല്ലത്തിനുള്ളിൽ കായ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ, ആ കായ ഉണ്ടാവില്ല തുടങ്ങിയെന്നുണ്ടെങ്കിൽ ഒരു 5 കൊല്ലം വരെ കായ കഴിച്ചുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ ഏകദേശം 12,000 തേങ്ങ ഉണ്ടാവും. അത് നിങ്ങൾ നോക്കിക്കോളി, തമാശല്ല, പണ്ടത്തെ കാരണന്മാർ ചെയ്യണത്. തെങ്ങിനെയും മരത്തിനൊക്കെ പേടിപ്പിച്ചാൽ അതിമ കായ ഉണ്ടാവും എന്ന് പറഞ്ഞ സത്യമാണ്. കാരണം ഞാനത് ചെയ്തത് ബോംബെയിൽ 2-3 സ്ഥലത്താണ് ചെയ്തിട്ട് കുറേശ്ശെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. കേൾക്കുന്നവർക്ക് ഒരു തമാശയായി തോന്നുന്നു, അത്രേ ഉള്ളൂ. ബോംബെത്തെ ചരിത്രങ്ങളൊക്കെയാണ് ഈ വിടുന്നത്. ഈ കൂടുതൽ പറയണില്ല. ഇങ്ങോട്ടൊക്കെ കാണി ഓരോ തെങ്ങിൻ്റെ ചുവട്ടിൽ കാറ് നിർത്തിക്കണോ കാണി, കണ്ടില്ല നിങ്ങൾ? ഇതാണ് ബോംബെത്തെ അവസ്ഥ. ഇതൊക്കെ തെങ്ങേറ്റക്കാരെ കൊടുന്നിട്ട് നമ്മൾ ഒരാളെ വിളിച്ചാൽ വന്നവർ മടങ്ങി പോവുക ചെയ്യുക. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ സത്യങ്ങൾ കണ്ടില്ലത്, ഇതൊന്നും ഇവിടെ കയറാൻ പറ്റാതെ മടങ്ങി പോവുകയാണ്. പിന്നെ ഞങ്ങൾ കടറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയുണ്ടല്ലോ, അങ്ങനെ കുറേ വീഡിയോസുകൾ എടുത്തിട്ടുണ്ട്, ഇതിൽ വിടുന്നുണ്ട്. നിങ്ങൾക്ക് ബോംബെൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാം. പല മെയിൻ സ്ഥലങ്ങൾ വരുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇതിൽ എഡിറ്റിങ് ചെയ്ത് വിടുന്നുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഓക്കെ, ഞങ്ങൾ പണി നിർത്തി കഴിഞ്ഞ് വയ്യ, 5-6 തെങ്ങ് കയറിയിട്ട് ആകെ കുഴഞ്ഞ്. ഇൻഷാല്ലാ എല്ലാവരോടും, എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും നമസ്കാരം, നന്ദി. ഓക്കെ, ബൈ, താങ്ക് യു. ഇത് ഞായറാഴ്ചക്കത്തെ വീഡിയോ കേട്ടോ, ബോംബെയിൽ. ഓക്കെ, എത്രാം തീയതി? 11-ാം തീയതി 2024 പണിക്ക് പോവുകയാണ്. കുറച്ച് നേരം വൈകി. ഇത് ഞങ്ങളവിടുത്തെ മാർക്കറ്റാണ്, എൻ്റെ കടറ അവിടുത്തെ ഡോങ്കരി മാർക്കറ്റാണ്. അത് ഇവിടെ എല്ലാ സാധനവും കിട്ടും. ഇവിടുന്ന് ഇറങ്ങുകയാണ്, പുറപ്പെട്ട സംസുഖാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. 10 മിനിറ്റ് കൊണ്ട് നടത്തണം. 5 മിനിറ്റ് ഉണ്ട് സാധാ പുറപ്പെടണേ. എല്ലാവരോടും യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എന്തായാലും പുറപ്പെടുകയാണ് കേട്ടോ. ബോംബെയിലെ മാർക്കറ്റാണ്. അപ്പോൾ എല്ലാവരും കാത്ത് രക്ഷിക്കണം. അപ്പോൾ രാവിലെ ഓരോരുത്തർ യാത്ര പുറപ്പെടുകയാണ്. ജോലിക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ എല്ലാവരും, ഈ പറഞ്ഞ ഞാനായാലും സർവ്വ ആൾക്കാരും രാവിലെ എഴുന്നേറ്റ് പള്ളിക്കാൻ പോയി നിസ്കരിക്കുന്നവർ പള്ളിക്കാൻ പോയി, അമ്പലത്തിൽ പോകണവർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും, വീട്ടിൽ നിസ്കരിക്കുന്നവർ വീട്ടിൽ പോയി നിസ്കരിക്കും. അങ്ങനെയൊക്കെ നീച്ചിട്ട് ഓരോരുത്തർ രാവിലെ പോകും സ്വയം വിചാരിച്ചിട്ട്. തിരിച്ചു വരുന്നുള്ള യാതൊരു ഉറപ്പുമില്ല. ഓരോരുത്തരും പോകണമെന്ന് അപകടം പിടിച്ച ജോലിയാക്കാനാണ്. നമ്മളിങ്ങനെ പോകണ്ടേ, തിരിച്ച് എന്താ ഉണ്ടാവുക വരുന്ന വൈക്കുന്നൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ അള്ളാൻ്റെ കയ്യിലാണ് കിട്ടണേ. ചെറിയ വാഹനം ഓടിച്ച് പോകുമ്പോഴും ഒരു തെറ്റ് ചെയ്യാത്ത കുറേ മനുഷ്യന്മാരിങ്ങനെ മുമ്പിൽ ഇങ്ങനെ നടക്കും. അവസാനം വേറൊരുത്തം വന്നിട്ട് മേത്തേക്ക് വന്നിട്ട് വണ്ടി എടുത്തോണ്ട് കയറ്റും. അതാണ് ഉണ്ടാവില്ല. നല്ല മനുഷ്യന്മാരുടെ മേത്തേക്ക് വണ്ടി കയറും, തെറ്റ് ചെയ്യുന്നവൻ്റെ മേത്തേക്കും കയറും. ഒക്കെ കണക്കായിട്ടാ. ഇതാണ് ബോംബെ, കണ്ടില്ലേ? മെയിൻ സ്ഥലങ്ങളൊക്കെ. എല്ലാവരെയും കാത്തി രക്ഷപ്പെട്ടറപ്പേ. ഞായറാഴ്ച അപകടം പിടിച്ച പണിയാണ് എടുക്കാൻ പോണത്. 5 തെങ്ങ് 5 തെങ്ങുണ്ട്.
അതിപ്പോ ഭയങ്കര ഡേഞ്ചർ എന്ന് വെച്ചാൽ അവിടെ പരുത്തി കൂട് കൂട്ടിയിട്ടുണ്ടാവും. ഏത് സമയത്ത് ചെന്നാലും പരുത്തിൻ്റെ ആക്രമണം നല്ല ഉണ്ടാവും. പരുത്തിട്ട് വന്നിട്ട് തലമാട്ട് മാതി പൊളിച്ചിട്ട്. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലാകുമ്പോൾ പറമ്പിൽ തെങ്ങും കാവുങ്ങും ഒക്കെ ഉണ്ടായ കാരണം പരുത്തിന് പെട്ടെന്ന് ആക്രമിക്കാൻ പറ്റൂല. പക്ഷെ ബോംബെയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു തെങ്ങാച്ചാൽ കുറച്ച് ദൂരത്ത് പിന്നെ ഒരു 5-10 മീറ്റർ വിട്ടിട്ടോ അല്ലെങ്കിൽ 15 മീറ്റർ വിട്ടിട്ടോ അങ്ങനെ ഒരു തെങ്ങ് വേറെ ഉണ്ടാവുക. അപ്പോൾ അത് കാരണം ഈ പരുത്തോട് വന്നിട്ട് പരുത്തിനെ പറന്നിട്ട് തലമ വന്നിട്ട് മുറിയാക്കാനും ചെവിയൊക്കെ മാന്തി പൊളിക്കാനൊക്കെ നല്ല സൗകര്യമാണ് ബോംബെയിൽ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് കാരണം തെങ്ങേറ്റക്കാർ വരുമ്പോൾ തെങ്ങേറ്റക്കാർ ഒരു വട്ടം വരും. തെങ്ങേറ്റക്കാർക്ക് നല്ല 2-4 തെങ്ങേറ്റക്കാർ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒക്കെ ഇട്ടെറിഞ്ഞ് പോയി. കാരണം ഒക്കെ അപകടം പിടിച്ച പണിയായിരുന്നു. അവസാനം ഞാൻ കഥകളൊക്കെ പറഞ്ഞിട്ട് സ്ഥലം ഞാൻ പറഞ്ഞു തരണ്ടേ. കാരണം ഞാൻ ഉള്ളത് പറയുള്ളൂ. ഇല്ലാത്തതൊന്നും വെറുതെ നിങ്ങളെ രസം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് അറം കൊള്ളിക്കാനൊന്നും ഞാൻ പറയില്ല. നമ്മളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കാരണം ഒരാൾ നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മളുള്ള കാര്യം സത്യം പറയാം. എന്തെങ്കിലുമൊക്കെ ആയിട്ട് നോണ പറഞ്ഞിട്ട് മനുഷ്യനെ അരം കൊള്ളിക്കാൻ നാളെ ഈ പറഞ്ഞ ഞാനായാലും നിങ്ങളായാലും ഒക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞ് പോകേണ്ടത്. അവിടെ ഇട്ട് പറച്ചവൻ്റെ അടുത്ത് ചെന്നാൽ 4 കുത്തുത്തല്ലേ. അപ്പം അതിന് നല്ല ഉള്ള കാര്യം സത്യം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം ഇവിടുന്ന് നമ്മളിപ്പോൾ കണ്ട രാജ്യത്ത് പലയിടത്തും പല വീഡിയോകളും എടുത്ത് വിടണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയും. എന്നിട്ട് അള്ളാൻ്റെ അടുത്ത് കൂടെ പോയി കഴിഞ്ഞാലോ ഈ പറഞ്ഞ വിട്ട ഞാനും കണ്ട ആൾക്കാരൊക്കെ അവിടെ ഒരുമിക്കും. അവിടെ ഇട്ട ആൾക്കാരെ മുന്നിട്ട് പറിച്ചാൻ പറഞ്ഞ 4 കുത്താണ് കുത്തും. ഇത് എന്തെങ്കിലും വീഡിയോയിൽ വിളിച്ച് പറഞ്ഞിരുന്നുണ്ട്. എന്തിനു വേണ്ടെന്ന് പറയും. ഉള്ള കാര്യം തുറന്ന് പറഞ്ഞോളൂ. ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ ഓരോ മനുഷ്യന്മാരും പറഞ്ഞിട്ടൊന്നും കുഴപ്പമില്ല. ബോംബെ എന്ന സ്ഥലം മുഹമ്മദ് അലി റോഡ്. മുഹമ്മദ് അലി റോഡിൻ്റെ അടുത്ത് ടച്ച് ചെയ്യുന്നുണ്ട്. ഇത് ഇളനീ വണ്ടിയാണ് ഈ പോണത്. വലിയ ലോറി മൈസൂർ ഇളനീനാണ്. ഇവിടെയാണ് ഈ വണ്ടി നിർത്തുക. ചെക്കന്മാർ സൈക്കിൾ വണ്ടി ഉണ്ട്. ഞങ്ങൾ അവരിപ്പോൾ ഇളനീ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും ഞാൻ സംസ്കാരൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അന്നത്തെ പണിയാണ്. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെ ദേഹത്തും അള്ളാഹു മുറിവേൽപ്പിക്കാതിരിക്കട്ടെ. എന്താ പ്രാണികളായാലും വൃക്ഷങ്ങളായാലും അദ്ദേഹത്തിനും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകട്ടെ. ഇത് നമുക്ക് പറയാനുള്ളൂ. ഹിന്ദുവായി മുസ്ലിമായി ക്രിസ്ത്യാനായി ഓരോ മനുഷ്യനും വേദനിപ്പിക്കരുത്. ഈ ദുനിയാവിൽ ജീവിക്കുന്നത് ഈ പടച്ചവൻ്റെ കയ്യിലാണ് ഓരോ മനുഷ്യൻ്റെ ആയുസ് കെടുക്കണത്. ഇവിടെയാണ് ഇപ്പോൾ സംസുഖ താമസിക്കണത്. സംസുഖ വരുന്നുണ്ട്. ആ നിൽക്കുന്നത് ഞാൻ ഈ റോട്ടിൽ കൂടെ ഒന്ന് വണ്ടി എടുത്ത് നിൽക്കണം. എന്താ വരും സംസുഖ ഇതാ കട്ട് ചെയ്യാണ്. അസ്സലാമു അലൈക്കും. ഇത് ബോംബെൻ്റെ മെയിൻ സ്ഥലം കേട്ടോ. അവിടെ ആ സീനല്ല കത്തണേ. ആ സീനലിൻ്റെ അവിടുന്ന് റൈറ്റ് സൈഡിലാണ് എൻ്റെ പട കച്ചവടമല്ലേ. ഇറന്നിക്കാടിയും വീടിക്കാടിയും ആ ചരിത്രങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ വീഡിയോ ഇട്ട് വിട്ടുതരാം. ഫൗണ്ടനാ മെയിൻ അല്ലേ സംസുഖ. ഞങ്ങൾ ബോംബെൻ്റെ ഹൃദയഭാഗമാണ്. സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കാണാം. ഇവരൊക്കെ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്കുള്ളതാണ്. ഇവിടെ വന്ന ഒന്നുകൊണ്ട് ബുദ്ധിമുട്ടില്ല. നല്ല നല്ല സ്ഥലങ്ങൾ എത്ര കണ്ടാലും എന്താ വെച്ചാൽ പറഞ്ഞു കൊടുത്താളേ. ഞാൻ പഴയ കാലത്ത് കാണോട്ടല്ല, പഴയ അതിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നീ പറഞ്ഞല്ലേ കാണാത്തവർക്കാണെന്നുള്ളത്. കാണാത്തവരും കണ്ടോരും ഇത് കാണണം. ഇവിടൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടൊക്കെ പ്ലാറ്റ്ഫോം വന്നിക്കല്ലേ. ഉള്ളിലെ മെട്രോ സ്റ്റേഷൻ, മെട്രോ താഴത്തെ കൂടെ പോകുന്ന മെട്രോ ചാലു ആവും. അതെ അതെ. പിന്നെ എൻ്റെ അതിൽ ഞാൻ നമ്മളെ സ്നേഹിതന്മാർ യൂട്യൂബിലുള്ള എൻ്റെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും അതിൽ 1-2 കമൻറ്റ് വന്നിട്ടുണ്ട്. ഈ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ കൈ വറക്കിയത് പറഞ്ഞിട്ട്. കാരണം ഞാനിങ്ങനെ ഗുളിക കുടിക്കുന്നുണ്ട്. കാരണം കാലിൻ്റെ മടമ്പ് വേദനിച്ചിട്ട്. അതുപോലെ ആ ഗുളിക കുടിക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ വിറച്ചിട്ട് എപ്പോഴും. പിന്നെ രണ്ടാമത്തെ തെങ്ങ് കയറുമ്പോൾ ഭയങ്കര പേടിയാണ്. ചെറുപ്പം ഇതാക്കട്ടെ ബോംബെൻ്റെ മെയിൻ സ്ഥലമായിട്ട് അത് നിങ്ങൾ കണ്ടോളി. അപ്പോൾ അത് കാരണം ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കുന്നതാണ്. അല്ലാതെ ഇപ്പോൾ യൂട്യൂബിൽ പൈസ എത്താൻ വേണ്ടിയിട്ട് ചെയ്യണമെന്നല്ല. നിങ്ങളാരും കാര്യമൊക്കെ എൻ്റെ വീഡിയോ അങ്ങനെ തന്നെയാണ്. ഞാൻ പെട്ടെന്ന് മുട്ടിയ മൂത്രത്തിന് ഒഴിവില്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കണം. അപ്പോൾ ആരും കാര്യമാക്കണ്ട. കാണുന്നവർ കാണുക. നമ്മളിഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ കാണുമ്പോൾ സംസുഖ. ഞാനും സംസുഖ സബ്സ്ക്രൈബ് ചെയ്ത ഒരാൾക്കാരും നമ്മളെ വേദനിപ്പിച്ചിട്ടില്ല. അവരും ആരും വേദനിപ്പിച്ചിട്ടില്ല. അപകടം പിടിച്ചൊരു ഡേഞ്ചർ പിടിച്ച തെങ്ങുണ്ട്. അതിൻ്റെ വീഡിയോസ് എടുത്ത് വിട്ടുതരാം. ഇവിടെ യാവക്കാൻ്റെ ഇളന്നിക്കടം കിട്ടാ. നമ്മളെ പാലക്കട ഇളനി കച്ചവടം യാവക്ക. പാവം ഒരുപാട് വർഷമായിട്ട് ആ പാവം ബോംബെയിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. നല്ലൊരു മനുഷ്യനാണ്. എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് ആ മനുഷ്യനെ.
യാവുക്കാന്ന് പറഞ്ഞാൽ കുറ്റിപ്പുറം മറവഞ്ചേരിക്കാരനാണെങ്കിലും കുറ്റിപ്പുറം അറിയപ്പെടുന്ന കാലാക്കോട യാവൂന്നാണ്. ഞാൻ മറവഞ്ചേരിയാണ്. മറവഞ്ചേരി കഴിഞ്ഞാൽ കാലടിയുള്ള യാവുക്കാണ്. 2 കിലോമീറ്റർ ഉള്ളൂ എൻ്റെ അവിടുന്ന്. അല്ല 3 കിലോമീറ്റർ. മുട്ടയുടെ ഇളനീങ്കട ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഏതായാലും വൈക്ക് പോകണമെന്ന് കാണണം. ഇതാണ് ഇതാണ് ഇവിടെ മുട്ടയുടെ ഇളനീങ്കട. കണ്ടില്ലേ? ഇതൊക്കെ കാണിച്ചു കൊടുക്കട്ടെ. ഇതേമാതിരി ഇതേ ചാൻസ് ഇനി കിട്ടിയെന്ന് വരില്ല. ഒരു മിനിറ്റ്. ഇതാട്ടാ നമ്മളെ കാലാക്കട പറഞ്ഞ സ്ഥലമാണ്. ഇതാണ് നമ്മളെ യാവുക്കാട ഇളനീങ്കട. കണ്ടോളി. ഞാൻ ഇനി ഒരു സമയം കിട്ടായിട്ട് മൂപ്പരെ എപ്പോഴും വിളിക്കും. മാനു വാടാന്ന് പറഞ്ഞിട്ട്. മൂപ്പരെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. കുറച്ച് ദിവസം ഇവിടെ ബോംബെ നിൽക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ബോംബെയിലെ ജീവിതം. കണ്ടില്ല നിങ്ങൾ? ആ മനുഷ്യൻ എത്ര കൊല്ലായിന്നറിയോ? ഞാൻ വരുന്നാണ്ട് മുന്നേ 10 കൊല്ലം മുന്നേ തന്നെ മൂപ്പര് ഇവിടെ വന്നിരിക്കണേ. ഈ റോട്ടുമ്പോൾ കിടന്ന് ജീവിച്ചിരുന്ന മനുഷ്യന്മാരാ. ഇവിടെ തന്നെ കിടന്നിട്ട് പായിട്ട് കിടന്നിട്ടും കൊതുക് അടിച്ചിട്ടും എല്ലാവരും അതെ. ഇപ്പോൾ മകണി മഴ പെയ്ത് കണ്ടില്ല നിങ്ങൾ? ഈ മഴയത്ത് ഇവിടെ ഒന്നും കെട്ടാൻ പറ്റൂല. കാരണം ഇത് കെട്ടിക്കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി വന്നിട്ടാണ്ട് വലിച്ചുകൊണ്ട് പോവുക. അതേമാതിരി കിടക്കാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഓട്ട കണ്ടില്ല. പെട്ടെന്നൊക്കെ രാത്രി മഴ പെയ്യുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ പുറത്ത് കെടുക്കണ കാരം. ആ കെടുക്കുന്ന സമയത്ത് ഞങ്ങൾ പ്ലാസ്റ്റിക് കെട്ടുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടെ എരി കടിച്ചിട്ട് ചോർന്ന് വലിച്ചിട്ട് എന്താ നിങ്ങളോടൊക്കെ ആ മഴ ചോർന്ന് വലിച്ചിട്ടേ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പലകൊക്കെ വെച്ചിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കാലം അങ്ങനെ ജീവിതം തള്ളി നീക്കുക. ഞാൻ മാത്രമല്ല, ഇതേമാതിരി ഒരുപാട് മനുഷ്യന്മാർ ബോംബെ നഗരത്തിൽ വന്നിട്ട് അങ്ങനെയൊക്കെ ചിലവരൊക്കെ ഇപ്പോൾ പിന്നെയും രക്ഷപ്പെട്ടിരിക്കണം. അവിടെ ഇവിടെയൊക്കെ റൂം വാടകയ്ക്ക് എടുത്തിട്ട് വാടകയ്ക്ക് ഇടാനും എല്ലാവരും കൂടി 5-8 ആൾക്കാരും കൂടിയിട്ടൊക്കെ ഒരുമിച്ചിട്ട് വാടകയ്ക്ക് എടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു മാസം 1000-1500 റുപ്യ കൊടുത്തിട്ടാണ് പുറത്ത് താമസിക്കണത്. ഞാൻ ഏകദേശം 15 കൊല്ലം വരെ അങ്ങനെ റോട്ടുമ്മ കിടന്ന് ജീവിച്ച ആളാണ്. ഇവിടെ ചെറുപ്പം മുതൽ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് അനവധി ആൾക്കാർ അന്നത്തെ കാലത്തൊക്കെ. എൻ്റെ വാപ്പ 1961 വന്നിക്കണേ. അതിൻ്റെ ശേഷം നമ്മളെ കാലാക്കട, യാവുക്ക, അലിക്ക, എല്ലാവരും കാലിദിക്ക, സംസുക്ക, അങ്ങനെയൊക്കെ കുറേ ജീവിതം തള്ളി നീക്കിയതാണ്. ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ വീഡിയോ ആകുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല. അതാണ് മെയിനായിട്ട്. നമ്മളെ യൂട്യൂബിൽ അടിച്ചൊക്കെ ബോംബെയിലെ എല്ലാ ഭാഗങ്ങളും കാണാം കേട്ടോ. ബോംബെ മാനു എന്നുള്ളത്. ഓക്കെ, ഇവിടെ കൊണ്ട് നിർത്തുക. ഇത് ഗേറ്റ് ഓഫ് ഇന്ത്യ പോണ സ്ഥലം കേട്ടോ. ഓക്കെ, ബോംബെൻ്റെ മെയിൻ സ്ഥലങ്ങളൊക്കെ നല്ല നല്ല സ്ഥലങ്ങളാണ്. ഗേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയും. അതുപോലെ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ എൻ്റെ ഒരു 5-6 തെങ്ങുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഞാൻ പിന്നെ അടുത്ത് വിട്ടായിരുന്നു. മുല്ലപ്പൂ മണക്കാത്ത മൂക്കെന്തിനാ, മുറ്റത്തെ മുല്ലക്ക് മണമെന്തിനാ, ഉപകാരം ചെയ്യാത്ത ആനന്ദിനാ ഉപദ്രവം. മുല്ലപ്പൂ മണക്കാത്ത മൂക്കെന്തിനാ, മുറ്റത്തെ മുല്ലക്ക് മണമെന്തിനാ, ഉപകാരം ചെയ്യാത്ത ആനന്ദിനാ ഉപദ്രവം ചെയ്യുവാൻ. ഞങ്ങൾ ഏകദേശം ആ തെങ്ങുതോട്ടത്തിൽ എത്തി തുടങ്ങിയിട്ടാ. അപ്പം അങ്ങോട്ട് വണ്ടി തിരിക്കാൻ പോവാണ് റൈറ്റ് സൈഡിലേക്ക്. ഇവിടെയാണ് സംഭവം. 5 തെങ്ങ് ഭയങ്കര ഡേഞ്ചർ പിടിച്ച തെങ്ങാണ്. പക്ഷെ അതിൻ്റെ മുതലാളി, ഇതിൻ്റെ ഓണർ ഉണ്ടല്ലോ 5 തെങ്ങിൻ്റെ, അയാൾ നല്ലൊരു മനുഷ്യനാട്ടാ. അയാളടുത്തൊക്കെ ഞാൻ നാളെ നാട്ടിൽ ചെന്നിട്ട് വേറെ അടുത്തനെ കൊണ്ട് വിളിച്ച് പണിയെടുത്തിട്ട് അയാൾക്ക് അത് തൃപ്തിപ്പെട്ടില്ല. അയാൾ പറഞ്ഞ ആരെടുത്ത് പോയാലും എനിക്ക് പറ്റില്ല, നീ തന്നെ വന്ന് എടുക്കണം. ഇതാണ് സ്ഥലം. ഞാൻ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര തരും താമസിക്കാം. അയാളല്ല തരിക. അവൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രോങ് ആണ്. അച്ഛനെ കാണാതെ എനിക്ക് എന്തെങ്കിലും തരും. ചായപ്പാനി, വെള്ളം കുടിക്കാൻ. അതാണ് തെങ്ങ്. ഇവിടെ ഇനിയിപ്പോൾ വന്നാൽ നോക്കിയിട്ട് മരുന്ന് ഇപ്പം കാണാൻ എൻ്റെ വണ്ടി ഇരിക്കണോക്കാണ്. ഈ വണ്ടി ആയിട്ടൊന്നും പൊട്ടല്ല, ഇത് നിർത്തൂല. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചിട്ട് ഇറക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ ഈ പണിയെടുക്കുക. അപ്പം ഈ നീട്ടി കൊണ്ടുപോകണം. കണ്ടില്ലേ? ഇതാണ് ബോംബെയിലെ അവസ്ഥ. നമുക്ക് കാർമക്ക് വീണിട്ട് ചിലപ്പോൾ 1000, 500, 2000 ഒക്കെ തരും. ഇതാണ് സംഭവം. കൊണ്ടാണ് ഈ തെങ്ങിൻ്റെ ഐറ്റമൊക്കെയാണ്. ഇനി ഇവിടെ ഈ പരുന്ത് എൻ്റെ വണ്ടി കണ്ട അപ്പം വരും. കാരണം അതിന് മനസ്സിലായിക്കണം. കാരണം ആ പരുന്ത് ഇതിൻ്റെ മുകളിൽ കൂടിയിട്ടുണ്ടാവും. ഇതാണ് 5 തെങ്ങാണ്. കാറ് നിർത്തിയണക്കാണ്. അപ്പോൾ ഇതിപ്പോൾ ഇളനീനൊക്കെ എന്നോട് പറയിട്ടോ, ഇജ്ജ് പറിച്ചുകൊണ്ടേക്കോ, പൈസ ഒന്നും തരണ്ട. എനിക്ക് ഒരു 1000, 2000 അയാളെ മകൻ ഗൂഗിൾ പേ ചെയ്ത് തരും. എന്നോട് പറയും, എൻ്റെ അച്ഛനോട് പറയരുത്, നീ ഇവിടെ വന്നിട്ട് എപ്പോഴും എൻ്റെ അച്ഛനെ വേദനിപ്പിക്കരുത്. അച്ഛൻ സുഖമില്ലാതെ ഒരു ഹാർട്ട് അറ്റാക്ക്, ഓപ്പറേഷൻ കഴിഞ്ഞൊരു മനുഷ്യനാണ്. ഹാർട്ട് അറ്റാക്ക് ആയിട്ട്. അപ്പോൾ അയാളെ മോന്
ഇത് ഇതിമ്പോൾ 4000-5000 രൂപ മുതലുണ്ടാവും. ചിലപ്പോൾ 5000-6000 രൂപ മുതലൊക്കെ ഉണ്ടാവും. പിന്നെ പോകാൻ നേരത്ത് 1000-2000 ഒക്കെ ആയിട്ട് മൂപ്പര ഇഷ്ടമുള്ള കിട്ടും. ഞാൻ ചോദിച്ചില്ല കേട്ടോ. പിന്നെ എന്നോട് ആ പാവം പറയും, അത് ഞാൻ പറയുന്നുണ്ട് എൻ്റെ അള്ളാഹുവിൻ്റെ റസൂലിന് സത്യം പറയാം, ഞാൻ നുണല്ല പറഞ്ഞു. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമാശയായി കാണട്ടെ. കാരണം എന്നിട്ട് ആ മനുഷ്യൻ അയാളെ മോൻ പറയണം എനിക്ക് ഇനിയും കൂടെ എന്തെങ്കിലും ഇട്ടേറ്റെന്ന് ചോദിക്കും. മുഹമ്മദ് ഭായി അവർ ദ്വയ്ക്കാന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ വേണ്ടെന്ന് പറയാം. നമ്മളങ്ങനെ മേടിക്കാൻ പാടില്ലല്ലോ. അയാൾ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ട് തോന്നിയ പോലെ കിട്ടണത്തോളം പോന്നിട്ട് അത് ചെയ്യാൻ പാടില്ല. അവരെ സന്തോഷത്തിന് അവർ തരിക വെച്ചാൽ അവർ ചോദിക്കേണ്ട എന്നോട് ഇനി എനിക്ക് ഇനിയും തേറ്റക്കാണ് നീ വന്നെടുക്കണം. കാരണം അത്രയും ആരൻ്റെ വണ്ടി കാറ് കൊടുന്ന് നിർത്തിക്കുകയാണ്. അത്രയും വില കൂടിയ കാറാണ്. അപ്പോൾ അവർക്കിപ്പോൾ അവർ പാർച്ചോളം നല്ല പൈസ ഉള്ളവരാണ്. അവരിങ്ങനത്തുള്ള നമ്മളെപ്പോലത്തെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല പൈസ കൊടുക്കും. കാരണം അവരെ ബഹുമാനിച്ചാൽ മതി, റെസ്പെക്റ്റ് കൊടുക്കുക. സാർ എന്ന് പറഞ്ഞിട്ട് നല്ല 10 ആളെ മുന്നിൽ അവരെ നല്ല ബഹുമാനം കൊടുത്തൊക്കെയാണ്. അതാണ് അവർക്ക് ഇവിടെ പൈസ ഉള്ളവർക്ക് അങ്ങനെ വേണ്ടത്. നല്ല റെസ്പെക്റ്റ് കൊടുക്കുക ആൾക്കാരെ മുന്നിൽ. ആ സാർ എന്നുണ്ട് ഇങ്ങനെ ബഹുമാനം കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അവർ ആ ബഹുമാനത്തിലാണ് അവർക്ക് തന്നെ ചിലപ്പോൾ 500-1000 കൂടുതൽ തരാൻ തോന്നി. എന്തായാലും ഇനി വീഡിയോ എടുക്കണില്ല ചേട്ടാ, ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, ഇനി ഞങ്ങൾ പണിയെടുക്കണൊക്കെ നിർത്തിയിട്ടാ. പരുതല്ല കാക്കെ ഇപ്പോൾ വരും. എന്നാൽ ഇന്നത്തെ വീഡിയോ ആണ് ഞായറാഴ്ച 11/5/2025 വീഡിയോ. ഓക്കെ ബൈ. എൻ്റെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും വെറുപ്പ് പിടിക്കും. കാരണം എന്താ പറയുക, ഇപ്പോൾ അവിടെ തെങ്ങ് എല്ലാവരും കയറണം. പിന്നെ എന്തിനാച്ച് ഇങ്ങനെ വിടാതെ വീഡിയോ ഇടണമെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, ഓരോ സ്ഥലത്തുള്ള തെങ്ങിൻ്റെ ചുവട്ടിലെ അപകടങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് വിടുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ പേരാണ് ബോംബെ മാനു. തെങ്ങുമ്പോൾ കയറാൻ വയ്ക്കില്ലട്ടോ. അങ്ങോട്ട് കാണി തെങ്ങ് വെഴുക്കണമൊക്കെയാണ് മഴ പെയ്തിട്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഈ തെങ്ങുമ്പോൾ പറിച്ച് പൊടി മണ്ണിങ്ങനെ നിറഞ്ഞിട്ട് മഴ പെയ്യുമ്പോഴേ ഇത് എന്തിനാ ഇത് ഉണ്ടാക്കിക്കണമെന്ന് അറിയാൾ. എലി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എലി വന്നിട്ട് ഇങ്ങനെ കയറി തെങ്ങുമ്പോൾ കൂടെ. അപ്പോൾ അതിന് തടസ്സാക്കിയിട്ട് മുപ്പര ഉണ്ടാക്കിയതാണ്. നമ്മളെ വായ വെച്ച് പിടിപ്പിച്ചോണക്കാണ് ശരിക്കും. എന്നിട്ട് ഞങ്ങൾ എന്നോട് പറയാം എനിക്ക് എന്താ വേണ്ട ചേച്ചി കൊണ്ടേക്കാരും. लड़का किधर है सर? अच्छा, पूरा झाड़ गिल्ला हो गया. चलो, हाँ वही तो लफड़ा. अभी देखना पड़ेगा, संभाल के करना पड़ेगा. മുരിങ്ങൻ്റെ ലോക്കാണ്. എന്നോട് പറയും എന്താ വേണ്ടച്ച് വെട്ടി അത് അയാളാണ് ഇതിൻ്റെ തെങ്ങിൻ്റെ ഉടമസ്ഥനാണ്. എന്തായാലും സാറില്ല നീട്ടിക്കൊണ്ടുപോകണില്ല. ഈ സാറിൻ്റെ മോനാണ്. ഈ മോനാണ് എനിക്ക് പൈസ 2000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വിട്ട് തന്നിക്കണേ. സാർ मेरा पापा मम्मी को भेज रहा है. पापा बोल रहा था सार को कभी आपको मेरा फोटो मत निकाल. नहीं पापा बोल रहा था. പാവം റബ്ബാണ് സത്യട്ടാ. എന്നോട് പറയുകയാണ് എനിക്ക് 2000 രൂപ വിട്ടിട്ടുണ്ട്, എൻ്റെ അച്ഛനോട് പറയരുത്. പക്ഷേ എൻ്റെ വകമായിട്ട് എനിക്ക് ഇനി എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്നു. എപ്പോൾ വന്നാലും പറയും ഇജ്ജെന്നെ പണിയെടുക്കണം, ഇജ്ജ് പണിയെടുത്ത് പോകുമ്പോൾ മനസ്സിനോട് സന്തോഷമാണെന്ന്. കാരണം ആളെ കിട്ടായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അതിപ്പോൾ കിട്ടായില്ല വരും. പക്ഷേ മറ്റുള്ളവർ ഞാൻ പറഞ്ഞ ഞാൻ പണിക്ക് വന്നാൽ എന്താ അറിയോ, എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒക്കെ ഞാൻ കണ്ടറിഞ്ഞിട്ട് ഞാൻ ചെയ്യും. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞിട്ട് ചെയ്യണം എന്നുള്ള പരിപാടിയില്ല. അപ്പോൾ അതാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടം. ഒക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എല്ലാം കണ്ടറിഞ്ഞ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ മറ്റുള്ളവർക്ക് ഒരു അപകടം വരുത്താൻ പാടില്ല. പിന്നെ നമ്മൾ ഒരാളെ മുതൽ നഷ്ടപ്പെടുത്താൻ പാടില്ല. അവർ കണ്ടറിഞ്ഞിട്ട് നമ്മളെ സന്തോഷം കൊണ്ട് എന്ത് ചോദിച്ചാലും തരും. ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്ങോട്ട് തന്നെ തരും. എനിക്ക് ഇഷ്ടം പോലെ 500, 1000, 2000 ഒക്കെ ചിലവർക്ക് സന്തോഷം. തെങ്ങുമത്തെ ഇടന്നതിനും തരും, പൈസയും തരും. എന്നോട് പറയും ഇജ്ജ് വരണം, വേറെ ആര് വന്നിട്ടും കാര്യമില്ല, ഇജ്ജാകുമ്പോൾ ഞങ്ങൾക്കൊന്ന് തിരിഞ്ഞു നോക്കണ്ട. ഒക്കെ നീ കണ്ടറിഞ്ഞിട്ട് ഒരു മുതൽ പോലും നീ നഷ്ടപ്പെടുത്തൂല. കാരണം ഞാൻ പണിയെടുക്കുമ്പോൾ വെച്ചാൽ എൻ്റെ മുതലെന്ന് പറഞ്ഞിട്ട് ഞാൻ പണിയെടുക്കുക, അല്ലാതെ മറ്റുള്ളവരെ മുതലാണ് എന്തെങ്കിലും ആയിക്കോട്ടെ. തെങ്ങേറ്റക്കാർ വിളിക്കുമ്പോൾ എന്താ അറിയോ, തെങ്ങേറ്റക്കാർക്ക് ഒരു വേറെ പ്രത്യേകത ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചാലും ഇതിൻ്റെ ഓണർമാർ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചിട്ട് അവർ ധൈര്യത്തിൽ കയറുന്നത്. അപ്പോൾ അവർ അപകടം വരുത്തിയിട്ടുണ്ടാക്കും. ഞാൻ തന്നെ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ പോകും. അതന്നെ സംഭവം. ഇനി കൂടുതൽ നീട്ടി പോകണില്ല. എന്തായാലും ഞാൻ ഹെൽമെറ്റ് ഇടണം. എന്താ പറയുക, പരുന്ത് തലമ വന്നിട്ട് മാന്താണ്, ചെവി പാത്ത്. ഇപ്പം തന്നെ അങ്ങനെ താഴ്ത്തിക്കൊണ്ട് ഇറങ്ങിയ പരുന്ത്. ഇൻഷാ അല്ലാഹ്. എൻ്റെ ചെരുപ്പ് പൊട്ടിയെന്നോ. കാരണം അത് കാലിൻ്റെ മടമ്പ് വേദനിക്കുന്നതിന് ഡോക്ടർ സ്പോഞ്ചുള്ള ചെരുപ്പ് ഇടാൻ പറഞ്ഞതാണ്. നല്ല ഇടുമ്പോൾ നല്ല കാലിൻ്റെ ഈ മടമ്പുണ്ടല്ലോ നടക്കാൻ. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര വേദന. ഡോക്ടറെ കാണിച്ചു നമ്മൾ വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഡോക്ടർ അവിടുന്ന് മറ്റേ ചെരുപ്പ് ഇടാൻ പറഞ്ഞിട്ട് വില കൂടിയ ചെരുപ്പായിരുന്നു. കുറച്ച് 4 മാസം ഇട്ടിപ്പോൾ. ഇതിപ്പോൾ ഞാൻ അവിടുന്ന് തന്നെ ഒന്നാട് വഴുക്കി മഴ കാണിച്ചാലേ ആകെ പൊട്ടിങ്ങടൊക്കെയാണ്. മറ്റേത് നാളെ എൻസിലൊക്കെ എടുത്തിട്ട് ഒട്ടിക്കായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ചെരുപ്പ് കിട്ടൂല, അതാണ് കിട്ടാനില്ല. പക്ഷെ ഇങ്ങനത്തെ സ്പോഞ്ചുള്ള ചെരുപ്പ്
കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. പിന്നെ ഞായറാഴ്ച ഇവിടെ വന്ന് പണിയെടുത്തുകൊണ്ടിരിക്കണവളാ. എന്തപ്പോൾ ഇങ്ങോട്ടൊക്കെ പറയാം. എങ്ങനെയെങ്കിലും ഒരു 10 രൂപ കിട്ടുക, വേറെ വഴിക്ക് കൂടെ 20 രൂപ പോവുകയും ചെയ്യും. അതാണ് ഈ കണ്ട ഓല വെട്ടിക്കണോക്കാണ്. ഇനിയിപ്പോൾ ആ ഒരു തെങ്ങും കൂടി കയറാണ്ട്, പിന്നെ തെങ്ങും കൂടി, ബാക്കിയുള്ളതൊക്കെ നല്ല വൃത്തിയാക്കിക്കണോക്കാണ്. ഓലൊക്കെ വെട്ടി നല്ല ക്ലീൻ ചെയ്തണം. അപ്പുറത്ത് പെട്രോൾ പമ്പാണ്. എന്തൊക്കെ എൻ്റെ ചെരുപ്പ് പൊട്ടിയ കാരണം അപ്പോൾ അങ്ങനെ കൊണ്ട് വെളിച്ചപ്പാടി തുള്ളിയ പോലായി. ഇൻഷാല്ലാ ഞായറാഴ്ച രാവിലെ 6:30 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിക്കണേ. പക്ഷേ 4 തെങ്ങ് കയറി കണ്ടിട്ട് കംപ്ലീറ്റ് ഓല വെട്ടിയിട്ട് നല്ല വൃത്തിയാക്കണം. ഇപ്പം ഞാൻ എന്താ നിങ്ങളോട് പറയും കേട്ടോ, കാണി കാറ് നിർത്തിക്കണോക്കാണ്. ഈ ഒരു തെങ്ങിൻ്റെ മുകളിൽ അയാൾ ആ പാവം ഇതിൻ്റെ ഓണറിൻ്റെ മോനാണ് ഇവിടെ ആ കാറിൻ്റെ അടുത്ത് നിൽക്കണേ. എന്താ ആ മനുഷ്യന് കണ്ടിട്ട് കോഴിമുട്ടായിട്ട് വരണവനല്ല, അതിൻ്റെ അപ്പുറത്തുള്ളത്. അപ്പോൾ ആ പാവം പറയണേ, ഡ്രൈവർ ഇതിൻ്റെ ആൾ അമേരിക്കയിലേക്കും അവർക്കൊക്കെ പോയിക്കുകയാണ്, ഇതൊന്ന് ശ്രദ്ധിച്ച് ഇറക്കണം കേട്ടോ. കാരണം ഞാൻ നാട്ടിൽ പോകാമെന്ന് പറഞ്ഞേ. അപ്പോൾ ആ പാവം പറിച്ച് പോയി കഴിഞ്ഞാൽ ആകെ കുടുങ്ങും. ഇനിയിപ്പോൾ ഞാൻ നല്ല ശ്രദ്ധിക്കണം. അപ്പുറത്ത് വെള്ള കാറ്, ഇപ്പുറത്ത് ചോപ്പ്. ഈ ബൈക്കൊന്നുണ്ട് അങ്ങോട്ട് മാറ്റാൻ വിചാരിക്കുക. പക്ഷേ ഞാൻ നിങ്ങളോട് പറയണേ, ഈ ചെരുപ്പ് പൊട്ടിയെന്ന് കേട്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു. പിന്നോട് ആ പാവം പറഞ്ഞിട്ടായിരുന്നു എന്തേന്ന് വെച്ച്. ഞാൻ പറഞ്ഞ ചെരുപ്പിൻ്റെ അത് ഇങ്ങനെ പൊട്ടി, അപ്പം ഇനി വേറെ ഒന്ന് മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ആ പാവം പറയണേ, അതിൻ്റെ പൈസ ഞാൻ അനക്ക് തരാമെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അള്ളാഹിനെ റസൂലിന് സത്യം കേട്ടോ, എൻ്റെ റബ്ബാണ് സത്യം. ആ മനുഷ്യൻ പറയണേ, അതിൻ്റെ പൈസ ഞാൻ അനക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. കാരണം അയാൾ 2500 റുപ്യ ഈ 5 തെങ്ങുമത്തെ ഇളനീൻ പറിക്കണതിന് 2500 റുപ്യം തന്നിക്കണേ. ഈ തെങ്ങുമത്തെ ഇളനീന് മൊത്തം എനിക്ക് തരും ചെയ്തിരിക്കണം. ഞാൻ വലിയ വർത്തമാനം പറയില്ല, കാരണം ഭയങ്കര ഡേഞ്ചർ പിടിച്ച തെങ്ങാണ്. അപ്പോൾ അത് കാരണം ഈ ചെരുപ്പ് പൊട്ടിയതിന് ആ പാവം പറയുകയാണ്, എനിക്ക് ഒരു 500 രൂപ വേറെ ഇട്ടേരാന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാണ്. അങ്ങനത്തെ മനുഷ്യന് ആൾക്ക് വയ്യ, ഇങ്ങനെ ഒരു വടിയായിട്ട് നടക്കുകയാണ്. ഒരു ചെറിയൊരു വാദത്തിൻ്റെ അസുഖം പിടിപെട്ട മനുഷ്യന്. എന്തായാലും സാറിന് അങ്ങനെയുള്ള നല്ല മനുഷ്യന്മാർക്ക് അള്ളാഹു ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരുപാട് ദീർഘായുസ് കൊടുക്കണം. അതിൻ്റെ അച്ഛനക്കും അമ്മക്കും അവൻ്റെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും, അതുപോലെ എല്ലാ മനുഷ്യന്മാരും, ഒരാൾക്ക് ഇന്ന ആൾക്കെന്നല്ല, എല്ലാ മനുഷ്യന്മാരും ഈ നല്ല കാര്യങ്ങൾ ചെയ്യണ ഓരോ മനുഷ്യന്മാരുണ്ടല്ലോ, അവർക്കൊക്കെയും ഈ ദുനിയാവിൽ ഒരു ആപത്തും വരുത്തരുത്. എൻ്റെ പ്രാർത്ഥനയാണ് റബ്ബേ. അള്ളാഹു റസൂലിനെ സാക്ഷി നിർത്തില്ല പറഞ്ഞപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് ദുനിയാവിൽ ഒരു മാർഗമായ രോഗങ്ങളൊന്നും കൊടുക്കല്ല. കാരണം ഇങ്ങനെയുള്ള കുറേ നല്ല മനുഷ്യന്മാരുണ്ട്. അല്ല, ഞാൻ പൈസ ചോദിച്ചിട്ടൊന്നുമില്ല. ഈ തെങ്ങ് കയറുമ്പോൾ ആ പാവം എന്നോട് പറഞ്ഞ അച്ഛൻ അറിയാതെ എനിക്ക് പൈസ ഇട്ട് തരണം. 2500 ഉറുപ്പിക ഇട്ടെന്ന്. എല്ലാ പ്രാവശ്യം 2000. ഇപ്പം ഞാൻ നോക്കുമ്പോൾ 2500 ഉറുപ്പികയിൽ വന്ന് എടുക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ ചെരുപ്പ് മേടിക്കാനുള്ള പൈസ ഇട്ടുതരാം. ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞു. എന്നോട് ചോദിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇനിയും തരട്ടെ. എന്നോട് എന്താ പറഞ്ഞാലോ, തൂമേരെ ചോട്ടാ ബായിയെന്ന്. അതായത് ബോംബെയിൽ എൻ്റെ അനിയനാന്നാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ പാർസിയാണ്. പാർസികൾ ഇവിടെ ഭയങ്കര കോടീശ്വരന്മാരാണ്. അവരങ്ങനെയാണ്. ഈ പാർസികൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. എല്ലാവരും ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്കൊക്കെ അള്ളാഹു സംസുക ആ മനുഷ്യനോട് അതിൻ്റെ മോൻ തന്നോട് പറഞ്ഞുതരാം. ഞാൻ ഈ ചെരുപ്പ് പൊട്ടിയിട്ട് എൻ്റെ വീഡിയോ ഞാൻ എടുക്കുകയാണ്. ഇങ്ങനെ യൂട്യൂബിലിടാൻ വെറുതെ അങ്ങനെ ജസ്റ്റിന് എടുത്തതാണ്. ഇതൊന്നും തുറന്നാണ് മോളി കഴിക്കാണ്. ഇതാണ് ഇത് കൂട്ടാൻ വെക്കാനുള്ളത് കിട്ടിയത്. ഈ അതവിടെ എടുക്കേണ്ട. ഇതിപ്പോൾ 5 തെങ്ങുമത്തെ 4 തെങ്ങുമത്തെ ഇളനീനാട്ടാ. തേങ്ങയാണ്. അങ്ങനത്തെ കറിയൊക്കെയുള്ള തേങ്ങയല്ല വിളഞ്ഞത്. ഇനി അവൻ കൂടി കയറാണ്ട്. അപ്പോൾ ഇതോ എന്നോട് പറഞ്ഞ് ഇത് കൊണ്ടുവയ്ക്കാം. മൂപ്പരേക്ക് ഇത്ര വേണ്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് സംഭവം. നിങ്ങളെല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, കിട്ടുന്നൊക്കെ ഉണ്ട്. 10 ഉറുപ്പിക കിട്ടുമ്പോൾ 20 ഉറുപ്പിക നിങ്ങളിപ്പോൾ ഇവിടെ കിട്ടിയില്ല. ഇപ്പോൾ നിങ്ങളൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ മനുഷ്യന്മാർക്ക് പലവും ചിന്തിക്കുന്നതിന് പൈസക്ക് 1 ഉറുപ്പിക്ക് ചിലവില്ല. അത് ഫ്രീ ആണ്. എങ്ങനെയും വേണമെങ്കിൽ ചിന്തിക്കുക. അത് അങ്ങനെയാണ്. ഈ പറഞ്ഞ ഞാനും ചിന്തിക്കലുണ്ട്. നമുക്ക് ചിന്തിക്കുന്നതിനൊക്കെ 1 ഉറുപ്പിക്ക് ചിലവില്ല. ഇങ്ങനെ ചിന്തിക്കുക, എങ്ങനെ വേണമെങ്കിലും കമൻറ്റ് ചെയ്താൽ അതിനൊന്നും പൈസക്ക് ചിലവില്ല. എല്ലാവരും കാര്യം അങ്ങനെ തന്നെയാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു 10 ഉറുപ്പിക കിട്ടി, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കൊരു 10 രൂപ കിട്ടിയെന്ന്. പക്ഷേ എന്താ വെച്ചാൽ ഞാൻ പല തോട്ടത്തിലും ലക്ഷങ്ങളോളം പൈസ കൊണ്ട് അവിടെ ഇവിടെ കെട്ടിയിട്ട് തെങ്ങുമെന്ന് ഇളനീ കട്ടുകൊണ്ട് വേണേ. ക്രിക്കറ്റ് കളിക്കുമ്പോൾ പന്ത് പോയിട്ട് ചെറിയ തെങ്ങിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ചെക്കന്മാർ കുട്ടികൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ആ പന്ത് എടുക്കാൻ ചെല്ലുമ്പോൾ അയിമത്തെ ഇളനീനെ കണ്ട് പൊട്ടിക്കുക. അപ്പോൾ ഇവിടുന്ന് 10 കിട്ടുമ്പോൾ പുറത്തു കൂടെ 20 പോകുന്നുണ്ട്. അതൊക്കെ തന്നെ സംഭവം. എന്തായാലും കൂടുതലാകുമ്പോൾ നമ്മൾ ഞങ്ങളുടെ ഇനി ഈ ഓല ഞങ്ങൾക്ക് കൊണ്ടുപോകണം. ഇനി ഇവിടുന്ന് വണ്ടിയിലാക്കിയിട്ട് ഇത് ആദ്യം ഇളനീ കൊണ്ടിട്ടിട്ട് പിന്നെ ഇനി ഇവിടുന്ന് ഓലയിട്ടാണ്ട് പോകണ ഒരു പോക്ക്. എന്തായാലും സാല്ല ഇതുമായി കൂടെ ഇപ്പം ഇങ്ങനെ കയറും. ഈ സിമെന്റ് ഇത് തകരം വെച്ച കാരണം എങ്ങനെ ഇത് എന്തിനു വെച്ചാണത്? ഇത് എലി വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കൂടെ എലി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗിദ്ദിമ കാണിക്കും മറ്റേ മുകളിൽ ഇങ്ങനെ വെക്കുമ്പോൾ എലി ഇങ്ങോട്ട് കയറില്ല. പക്ഷെ ഇത് കയറണമെങ്കിൽ പറ്റില്ല. ഞങ്ങളുടെ കാണി ഇവിടെ വഴിക്കണം. നിനക്ക് കയറണ്ടേ ഇപ്പം തെങ്ങമ്മ? നീ എങ്ങനെ
ഇവിടെ കണ്ടില്ലേ? ആ ഇന്ന് മഴയും പെയ്ത് രാവിലെ. ഇപ്പം എങ്ങനെ കയറും നോക്കട്ടെ, എങ്ങനെ ചെയ്യണം നീ നോക്കട്ടെ കേട്ടോ. മനസ്സിലാവുന്നില്ല. ഒരു മിനിറ്റ് നമുക്ക് ആ ആ കയറുന്നുണ്ട് കാട്ടിക്കാണ്, ഈ കയറിൻ്റെ കഷ്ണം കാട്ടി. ഉവ്വ ആ മോളിൽ കൂടെ എടുക്ക്. ആ ഇങ്ങനെ പിടിക്കുക. ആ ആ പഠിച്ചോനെ വിചാരിച്ചിട്ടേ ആ ആ അളവാന്ന് പറഞ്ഞാൽ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് പോകണം, നല്ലപോലെ എൻ്റെ അച്ചടക്കത്തോടെ പോകണം. ഹെൽമെറ്റാ അത് മോട്ടോർ സൈക്കിളിൻ്റെ മുകളിൽ. കാറ് കാണിച്ചിട്ടാണ്. അല്ല മുകളിൽ മോട്ടോർ സൈക്കിൾ ഉണ്ട്, ഹെൽമെറ്റ് വെച്ച് പോകാൻ. കാറ് അപ്പം ഇങ്ങനെയാണ് കയറണം അല്ലേ? നല്ല അച്ചടക്കം, നല്ല ബഹുമാനത്തോടെ കയറണം. ഓക്കെ ഓക്കെ ശരി. എല്ലടാ ഈ ഓല എന്തിനാ വെച്ചുകൊണ്ടുപോണത്? നീ പരുന്തില്ലേ? ആ ഓക്കെ ഓക്കെ. ആ ആ ആ ആ ഇത് വലിയ തെങ്ങാണല്ലോ ആനോ. കാറും ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ എന്നാ കയറ്. താഴെ കാറ്, ഇത് ഭയങ്കര അപകടം പിടിച്ച തെങ്ങ. കാറ് നോക്കണം, കാറുമ്മൾക്കെങ്ങാനും ഒരു ഇളനീരങ്ങൾ തെറ്റി വീണാൽ പണി കിട്ടും. പക്ഷെ കാറിൻ്റെ ആൾ ഇവിടെ ഇല്ല, അതെങ്ങാണ്ട് പോയേക്കാണ്. വേറെ കാറ് വേറൊരെണ്ണം ഉണ്ടായിരുന്നു, അത് എടുത്ത് നിന്ന് ഫ്രണ്ടിലേക്ക് ആക്കി. എന്തായാലും കരുതി കൂട്ടി കയറണം മൂപ്പര്. ഇത് കണ്ടോ കാറ് നോക്കിയേക്കാണ്. മനു റെഡിയാ, കുഴപ്പമില്ല. നോക്കണം കാറേ, വില കൂടിയ കാറെന്ന് പറഞ്ഞിട്ട് നമ്മ മാറ്റാൻ പറഞ്ഞു കേട്ട് ആളില്ലോ. നോക്ക്, അതെ അതെ പരുന്ത് തന്നെ ഉണ്ട് കേട്ടോ. കാര്യമുണ്ട്, പരുന്തിൻ്റെ ശല്യവും ഉറുമ്പിൻ്റെ ശല്യവും. പടച്ചോൻ എന്ത് കഷ്ടപ്പാടാണിത്. ആ 11-ാം തീയതി. ഇൻഷാ അല്ലാഹ് 11:45 ഞായറാഴ്ച പണി തീർന്ന് ഇന്ന് രാവിലെ എന്തെങ്ങോട്ട് പറയാം, നല്ലൊരു മനുഷ്യനാണ് ഇന്ന് രാവിലെ ഞാൻ കെണി കണ്ടത്. കാരണം ഞാൻ അവിടുന്ന് പണി ചായ ഇതാണ് ബോംബെയിലെ ചായയുടെ ഗ്ലാസ് ഇട്ടാണ് നോക്കണേ. ഇത്ര ഉള്ളൂ, ചെറിയ ഗ്ലാസ്. ഇതൊന്നും നാട്ടിൽ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇത്രയും ചെറിയ ഗ്ലാസ്. ഇതിനാണ് ഇപ്പോൾ ബോംബെയിൽ 5 ഉറുപ്പ്യയും 10 ഉറുപ്പ്യൊക്കെ കൊടുക്കണത്. ഈ കാറ്റിലേക്ക് കിടക്കട്ടെ. അപ്പോൾ ഇന്നാൾ കുറച്ച് ദിവസം മുന്നേ ഞങ്ങളോട് പറഞ്ഞില്ല, എൻ്റെ ജസ്റ്റ് വരുന്ന സമയത്ത് അവിടുന്ന് തലമ കാക്ക ദൂരി എന്ന് പറഞ്ഞിട്ട് അത് നല്ലതിനാണോ എന്തിനാന്നുള്ളത് ഞാൻ അന്ന് പറഞ്ഞ്. അത് സംഭവം ശരി, അന്നേക്ക് കുറച്ച് ഇളനീൻ്റെ ഓർഡറൊക്കെ കിട്ടി. അതിൻ്റെ ശേഷം ഇന്ന് ഇതാ 11/5/2025 രാവിലെ അവിടുന്നല്ല അപ്പുറത്ത് ഇങ്ങനെ വരുമ്പോൾ കാക്ക മോളിൽ നിന്ന് തൂറും ചെയ്ത് മേത്തേക്കായില്ല. അത് ഒന്ന് കയ്യുമ്പോൾ ബടിയായി കുറച്ച്, പിന്നെ കാലിൻ്റെ ഇവിടേക്കും തെറിച്ച് തലമക്കായില്ല. എന്നാൾ വരുമ്പോൾ തലമക്ക തൂറി. പക്ഷേ നല്ലതിനാന്നുള്ളത് ഞാൻ അന്ന് പറഞ്ഞു, എന്തിനാണോ നല്ലതിനോ എന്തിനാന്നുള്ളത് കൂടുതൽ പറഞ്ഞു കൊണ്ടുവരണം. അങ്ങനെ പറഞ്ഞൊരു വീഡിയോ യൂട്യൂബിൽ ഇട്ടീനെ. എൻ്റെ ഇതിലുണ്ടാവും ബോംബെ മാനു, അതിൽ നോക്കി അങ്ങ് കാണാം. അങ്ങനെ അന്ന് വൈകുന്നേരം കുറച്ച് ഇളനീൻ്റെ ഓർഡറൊക്കെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നല്ലതിന് അന്ന് ഇതാ ഇപ്പോൾ പണി കഴിഞ്ഞിട്ട് ഇൻഷാല്ലാഹ് കേൾക്കണട്ടെ ഉള്ള കാര്യങ്ങൾ പറയണം. ഞാൻ അങ്ങനെ നുണ പറഞ്ഞിട്ടൊന്നും രസംഭവപ്പെടും. നിങ്ങളെ തമാശക്ക് ഒരൊന്നും വിടൂല. ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ കുട്ടിക്ക് ഇളനീരിന് ഓർഡർ വന്നിട്ടൊക്കെയാണ്. ഇതാണ് സംഭവം. അതിൻ്റെ പുറമെ ഞാൻ വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം കേട്ടോ. അതെന്താ സംഭവം എന്ന് പറയുന്നത്, ഞാൻ ആ തെങ്ങ് കയറാൻ പോയില്ലേ, ആ സാറിൻ്റെ മോനെ എനിക്ക് അതാണ് ഉള്ള സത്യം പറഞ്ഞിട്ടാ. അത് റബ്ബിനെ സത്യം. ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞു വിടുന്നതല്ല. ഇവിടെ 2500 ഉറുപ്പ്യ ഇന്നത്തെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡേറ്റ് ഇതിലുണ്ടാവും. നോക്കാം, വിട്ട ഡേറ്റ് നോക്കിയിട്ട് അതിൽ എത്രാം തീയതി ഇന്ന് വിട്ട സമയം. അതിൻ്റെ പുറമെ 500 ഉറുപ്പ്യ എനിക്ക് ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് ആ പാവം വിട്ടാൻ നിൽക്കണേ. അപ്പോൾ എന്നോട് പറഞ്ഞെന്താരോ, തൂ മേരാ ഭായിയെ തുമക്ക് ജോ ചെയ്യുക അവർ ചെയ്യിക്കാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ ഞാൻ വേണ്ട 100 തവണ അയാളോട് പറഞ്ഞതാണ്, ആ മനുഷ്യനോട്. പക്ഷേ അയാൾ പറഞ്ഞാൽ അണക്ക് എത്ര തന്നാൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് 2500 ആദ്യം വിട്ട്, പിന്നെ 500. എൻ്റെ ചെരുപ്പിലത് പൊട്ടി പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഗ്രൂപ്പിൽ തമാശക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ആ സാറ് പറഞ്ഞു എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അവർ ഞാനൊന്നുകൊണ്ട് വീണ പിന്നെ ചെരുപ്പാണ് പൊട്ടിയത്. എന്നോട് പറഞ്ഞാൽ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ചെരുപ്പ് എടുക്കാനുള്ള പൈസ തരാറുണ്ട്, 500 ഉറുപ്പ്യ അതും വിട്ടാൻ നിൽക്കണം. ഞാൻ സംശയക്കാട് പറഞ്ഞു. അതാണിപ്പോൾ ഇന്നത്തെ സംഭവമാണ്, ഞായറാഴ്ച നടന്ന സംഭവമാണ്. അപ്പോൾ ഇളനീന് ഓർഡറും വന്ന് സാറില്ല. എൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല, ഞാൻ എല്ലാം തുറന്ന് പറയുന്ന ഒരാളാണ്. എനിക്ക് മറ്റുള്ളവരെ അരം കൊള്ളിക്കാനോ പിടിക്കാനൊന്നും ഞാൻ വിടുന്നില്ല. എനിക്കിങ്ങനെ പറയണം, അത് എൻ്റെ സ്വഭാവമാണ്. എൻ്റെ ചെറുപ്പം മുതലുണ്ടായ സ്വഭാവം തന്നെയാണ്. യൂട്യൂബ് ഇപ്പോൾ അടുത്ത് തുടങ്ങിയതാണ്, അതിൻ്റെ മക്കൾ പറഞ്ഞിട്ട്. അതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ ബോംബെ ഫ്രണ്ട്സ് തന്നെ ഞാൻ എൻ്റെ എല്ലാ സ്നേഹിതന്മാരുണ്ട്, ഇല്ലാത്തവരാരും ഇല്ല. അതിൽ എനിക്കെല്ലാവരും കണക്കാണ്. ഞാൻ എല്ലാവരും അതിൽ പിടിച്ചിട്ടുണ്ട്, പെങ്ങന്മാരും കുട്ടികളും അയൽവാസികളും രാജനും കുഞ്ഞുട്ടേട്ടനും എൻ്റെ പെങ്ങന്മാരും എൻ്റെ കുട്ടികളും എല്ലാവരും കൂടി കൂട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലാണ് തുടങ്ങിക്കൂടാ, ഇങ്ങനെ ഇതിൽ വിട്ടിട്ട് എന്താ കാര്യം എന്ന്.
അങ്ങനെ ഉണ്ടായ സംഭവമാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ആണ് 11/5/2025 നടക്കുന്ന സംഭവങ്ങളാണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും വിടരുത്, ഒന്നും വിചാരിക്കരുതിട്ടാ. എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ്. ഓക്കെ, ഞാൻ ആ പറഞ്ഞത് മുഴുവനും പറഞ്ഞു തീർത്തില്ല. അങ്ങനെ ഞാൻ രാവിലെ കണ്ട് വരുന്ന സമയത്ത് ഇവിടുന്ന് വണ്ടി ഇട്ടാണ് പോകാൻ സ്റ്റാർട്ടാക്കുമ്പോഴാണ് നമ്മളെ ഫേമസ് കുഞ്ഞിപ്പാക്ക വേണ്ടി കയറി വരുന്നത്. ഇവിടെ കുഞ്ഞിപ്പാക്ക അസ്സലാമു അലൈക്കും മാനെന്ന് പറഞ്ഞ് കുറച്ചേരൊക്കെ വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ മൂപ്പരാരാണ് ആദ്യം. മൂപ്പരുടെ കൈകൊണ്ട് മൂപ്പരെ 2 കയ്യും തന്ന് ഹൃദയങ്ങൾ തമ്മിലാണ്ട് ബന്ധപ്പെട്ടാണ്ട് പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ അതൊക്കെ ഉണ്ടായ സംഭവങ്ങൾ. മാഷാ അല്ലാഹ്, അങ്ങനെയും കുറേ നല്ല നല്ല മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാ മനുഷ്യന്മാരും അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഇത്രയും പറഞ്ഞുകൂടെ ഞാൻ നിർത്തുക.